ശ്രേഷ്ഠമായ പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷമുള്ള മൂന്നാം ഞായറാഴ്ചയിലേക്ക് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ യാത്ര ചെയ്തെത്തി നിൽക്കുമ്പോൾ കർത്താവായ യേശു തമ്പുരാൻ നമ്മളോട് എപ്രകാരമാണ് ക്രിസ്തുവും നമ്മളും തമ്മിലുള്ള ബന്ധമെന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ ഏവെങ്കിലോൻ ഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 35 മുതൽ 44 വരെയുള്ള വേദഭാഗങ്ങളാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യത്തിൽ കർത്താവിന് ചുറ്റും കൂടി വന്ന മനുഷ്യരുടെ മനോഭാവത്തെ സുവിശേഷകൻ വ്യക്തമായി എടുത്തു കാണിക്കുന്നുണ്ട്. അവിടെ അവർ ക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ വിശ്വസിക്കേണ്ടതിന് നീ എന്ത് അടയാളം പ്രവർത്തിക്കുന്നു? അടയാളം അന്വേഷിച്ചു വന്ന മനുഷ്യരുടെ മുമ്പിൽ സ്വയം ഒരടയാളമായി ക്രിസ്തു മാറുകയാണ്. എന്തുകൊണ്ടാണ് ക്രിസ്തു അപ്പത്തോട് തന്നെ തന്നെ ഉപമിക്കുന്നത് എന്ന ചോദ്യത്തിന് പലപ്പോഴും യഹൂദന്മാരുടെ ആത്മീയ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ ഒന്ന് കടന്നു ചെല്ലണം. അവിടെ മിസ്രൈമിൽ നിന്ന് കനാൻ ദേശത്തിലേക്കുള്ള അവരുടെ യാത്രാമധ്യേ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമായി അവർ കണ്ടുമുട്ടിയത് മന്നയാണ്. മന്ന ഞങ്ങൾക്ക് തന്നത് മോശയാണെന്ന് അവർ ക്രിസ്തുവിനോട് പറയുമ്പോൾ ക്രിസ്തു പറയുകയാണ്, മോശയല്ല, എൻ്റെ പിതാവത്രേ നിങ്ങൾക്ക് ഈ അപ്പത്തെ തന്നത്. കർത്താവിൽ സ്നേഹമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ 7 പ്രാവശ്യമാണ് ക്രിസ്തു ഞാനാകുന്നു ഞാനാകുന്നു എന്ന് പറഞ്ഞു വെക്കുന്നത്. മുൾപ്പടർപ്പിൽ ദൈവത്തെ കണ്ട മോശ ദൈവത്തോടൊരു ചോദ്യം ചോദിച്ചു, നീ ആരെന്നാണ് ഞാൻ നിന്റെ ജനത്തോട് പറയേണ്ടത്? യഹോവ പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു. പുതിയ നിയമത്തിന്റെ താളുകളിൽ അത്തരമൊരു സംഭാഷണം നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. കർത്താവായ യേശു തമ്പുരാൻ പറയുന്നു, ഞാനാകുന്നു ജീവന്റെ അപ്പം. അങ്ങനെയെങ്കിൽ ക്രിസ്തു പറയാതെ പറഞ്ഞത് ഇത്രമാത്രം, നിങ്ങൾ ആർക്കായി കാത്തിരുന്നുവോ അവൻ നിങ്ങളുടെ മുമ്പിലുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്നത് പോലെ തന്നെ നമ്മുടെ സന്തത സഹചാരിയായി നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുന്ന ദൈവ സാന്നിധ്യത്തെ പലപ്പോഴും തിരിച്ചറിയുവാൻ സാധിക്കാതെ പോകുന്ന മനുഷ്യരായി നമ്മൾ മാറുന്നുണ്ട്. ഇവിടെ ജീവിതത്തിനായി അപ്പം അന്വേഷിച്ച് വന്ന മനുഷ്യർക്ക് മുമ്പിൽ ജീവന്റെ അപ്പമായി ക്രിസ്തു മാറുകയാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും അനുഭവിക്കുന്ന ഒരു വികാരമാണ് വിശപ്പ്. ജീവിതത്തിന്റെ വിശപ്പടക്കുവാൻ വേണ്ടി ജീവനുകളെ കൊന്നൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. സ്വന്തം മക്കളെ പോലും ആഗ്രഹങ്ങളാകുന്ന വിശപ്പ് പൂർത്തീകരിക്കുവാൻ വേണ്ടി തറയിലടിച്ചു കൊല്ലുന്ന മാതാപിതാക്കളുടെ ദുരിതം പിടിച്ച കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്ന ബോധ്യം നമ്മെ ഭരിക്കണം. ആ പശ്ചാത്തലത്തിലാണ് വിശുദ്ധ ഏവെങ്കിലോൻ ഭാഗമായി ഇന്ന് നമ്മുടെ കാതുകളിലൂടെ ദൈവവചനം പ്രവേശിച്ചത്. ദൈവവചനം ഇങ്ങനെ മാത്രമാണ് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എൻ്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും ദാഹിക്കുകയുമില്ല. ഒരു തരത്തിൽ വിശപ്പെന്ന് പറയുന്നത് ശൂന്യതയുടെ അവസ്ഥയാണ്. വയറ്റിൽ ഒന്നുമില്ലാതിരിക്കുമ്പോഴാണ് പൊതുവെ എനിക്ക് വിശക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്. വയറ് നിറഞ്ഞാലും പിന്നീടും ഈ വിശപ്പിന്റെ അനുഭവം നമ്മെ തേടി വരികയാണ്. എന്നാൽ ക്രിസ്തു ഇവിടെ പറയുകയാണ്, ഈ ജീവന്റെ അപ്പം തിന്നുന്നവന് ഒരു നാളും വിശക്കുകയില്ല. ആക്ഷരികമായ വിശപ്പിനേക്കാളും ആത്മീയമായ ചില ശൂന്യതകളെ പരിഹരിക്കുവാനുള്ള ചൂണ്ടുപലകയായി ക്രിസ്തുവിന്റെ വാക്കുകൾ മാറുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമാകുന്ന വിശപ്പുകളുടെ പൂർത്തീകരണത്തിനായിട്ടാണ് എങ്കിൽ ക്രിസ്തുവിന്റെ മുമ്പേ ക്രിസ്തുവിന്റെ പിന്നാലെയുമൊക്കെ നമ്മൾ നടക്കുന്നത് എങ്കിൽ ഈ മരുഭൂമിയുടെ അവസരത്തിൽ ക്രിസ്തുവിന്റെ അടുക്കൽ ചെന്ന ജനത്തിന്റെ അനുഭവമായിരിക്കും നമ്മൾക്ക് ലഭിക്കുക. ക്രിസ്തു വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ പിന്നാലെ വരുന്നത്. കർത്താവിൽ സ്നേഹമുള്ളവരെ, നാം ആരാണ് എന്ന ചോദ്യം നമ്മെ വീണ്ടും വീണ്ടും ക്രിസ്തു ഓർമ്മിപ്പിക്കുകയാണ്. പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് ദൈവത്തിനായി നൽകപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് ദൈവത്തിനായി നൽകപ്പെട്ട നാം ഓരോരുത്തർക്കും നമ്മുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് നിത്യജീവന്റെ പൂർണ്ണത പ്രാപിക്കുക എന്നുള്ളതാണ്. അതിന് ഈ ലോകത്തിൽ നമ്മുടെ കാഴ്ചകൾ വ്യത്യാസപ്പെടണം. എങ്ങനെയാണ് കാഴ്ചയെ നമ്മൾ തിരിച്ചറിയുന്നത്? ജൈവശാസ്ത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം,
കണ്ണിലൂടെ പ്രവേശിക്കുന്ന പ്രകാശകിരണങ്ങൾ, അതിൻ്റെ പ്രതിഫലനം തലച്ചോറിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മളൊരു കാഴ്ച കണ്ടു എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ ആത്മീയതയിൽ കണ്ണിലൂടെ പ്രവേശിച്ച് ഹൃദയത്തിൽ പതിയുന്നവയാണ് കാഴ്ചകൾ. കണ്ണിലൂടെ പ്രവേശിച്ച് തലച്ചോറിലേക്കാണ് ആ കാഴ്ചകൾ പോകുന്നത് എങ്കിൽ അവിടെ കുറച്ചു കഴിയുമ്പോൾ ഈ മനുഷ്യരെ പോലെ മുറുമുറുപ്പിന്റെ അനുഭവത്തിലേക്ക് ഞാൻ നിങ്ങൾ മാറിപ്പോകും. എന്നാൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവനെ കാണേണ്ടത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, കണ്ണിലൂടെ പ്രവേശിക്കുന്ന ആ കാഴ്ച ഹൃദയത്തിൽ ആഴത്തിൽ പതിയണം. വ്യക്തമായ കാഴ്ചകൾ സുതാര്യമായ കാഴ്ചപ്പാടുകളിലേക്കും, സുതാര്യമായ കാഴ്ചപ്പാടുകൾ നിർമ്മലമായ വിശ്വാസത്തിലേക്കും നമ്മെ നയിക്കും. അതുകൊണ്ടാണ് ക്രിസ്തു അവരോട് ദുഃഖത്തോടുകൂടെ തന്നെ ആയിരിക്കാം പറഞ്ഞിട്ടുണ്ടാകുക, നിങ്ങൾ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ കാഴ്ചകളെ നമുക്കൊന്ന് പുനഃക്രമീകരിക്കാം. ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമാകുന്ന വിശപ്പുകളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയല്ല നാം ഓരോരുത്തരും ക്രിസ്തു ശിഷ്യരായത്. നാം ക്രിസ്തു ശിഷ്യരായത് നിത്യജീവൻ എന്ന പരിപൂർണത പ്രാപിക്കുവാൻ വേണ്ടിയാണ്. അപ്രകാരം ക്രിസ്തീയ ജീവിതത്തിന്റെ പരിപൂർണത പ്രാപിക്കുവാൻ, നിത്യജീവന്റെ അപ്പത്തെ അനുഭവമാക്കുവാനാണ് ഞാനും നിങ്ങളും ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്നത്. പരിശുദ്ധ കുർബാനയിലൂടെ ഓരോ അവസരത്തിലും ജീവന്റെ അപ്പം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. പലപ്പോഴും വിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളും കെട്ടുകഥകളായിട്ടും അന്ധവിശ്വാസങ്ങളായിട്ടുമൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്ന നവബോധ്യങ്ങളുടെ ഈ കാലഘട്ടത്തിൽ നിത്യജീവന്റെ അപ്പത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചാൽ, ക്രിസ്തു പറയുകയാണ്, എൻ്റെ അടുക്കൽ പിതാവ് തന്നിട്ടുള്ള ഒന്നിനെയും ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല. ആ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അത് കാലാവസാനത്തോളമുള്ള ഇൻവെസ്റ്റ്മെൻ്റാണ്. കർത്താവിൽ സ്നേഹമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. കാഴ്ചകൾ കണ്ണിലൂടെ പ്രവേശിച്ച് ഹൃദയത്തിൽ പതിഞ്ഞുകൊണ്ട് ആ അപ്പത്തിൻ്റെ അംശികളായി നാം തീരുമ്പോൾ, പരിശുദ്ധനായ പൗലോസ്ലീഹ ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അഗ്രചർമ്മമല്ല പരിച്ഛേദനയുമല്ല പുതിയ സൃഷ്ടി അത്രേ കാര്യം. അപ്രകാരം ഓരോ കുർബാനാനുഭവത്തിലൂടെയും പുതിയൊരു സൃഷ്ടിയായി മാറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ എനിക്ക് നിങ്ങൾക്കും കൃപയും ഭാഗ്യവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.